നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കാണുന്നത് 2025 വിഷുഫലവുമായി ബന്ധപ്പെട്ട് ചിത്തിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ചിത്തിര നക്ഷത്രം ആദിശൂല നക്ഷത്രങ്ങളിൽ പെടുന്നതിനാൽ ഈ വർഷം സാധാരണയിലും കൂടുതൽ ജാഗ്രതയോടും ആശയവ്യവസ്ഥയോടെയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആദ്യമായി പറയുന്നത് പൊതുവായുള്ള ഫലമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിഷു വർഷത്തിൽ കാര്യതടസ്സം, ധനനഷ്ടം, തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുടെ സാധ്യതയെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിത നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്ക് മുൻപ് സാമ്പത്തിക പദ്ധതികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നാൽ പരാജയപ്പെടാനുള്ള സാധ്യത ഉയർന്നു നിൽക്കുന്നുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ക്ഷീണം, മാനസിക സമ്മർദ്ദം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ്. തൊഴിലും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. സഹപ്രവർത്തകരുമായുള്ള ബന്ധം സൗഹൃദപൂർണമായി നിലനിർത്തേണ്ടത് പ്രധാനമാണ്. സ്ഥിരതയുള്ള തീരുമാനങ്ങൾ അത്യാവശ്യമാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും അതിനായി കഠിനാധ്വാനം ആവശ്യമായി വരുന്നതാണ്. സാമ്പത്തിക ജാഗ്രത പാലിക്കണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. വായ്പകൾ എടുക്കുന്നതിൽ സൂക്ഷ്മത പാലിക്കുക. നിലവിലുള്ള നിക്ഷേപങ്ങൾ പുനഃപരിശോധിക്കുകയും ചെയ്യുക. അടുത്തത് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയ തർക്കങ്ങൾ അധികമാകാം. സംവാദത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതം പങ്കാളിയുമായുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുക. ചെറിയ അപ്രീതികൾ വലിയ പ്രശ്നങ്ങളായി മാറാതെയും നോക്കണം. സാമൂഹ്യ ബന്ധങ്ങൾ. ബന്ധുമിത്രാദികളുടെ സഹായം ആവശ്യമായി വന്നേക്കാം. എന്നാൽ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യവും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷീണം, ദഹന പ്രശ്നങ്ങൾ, തലവേദന എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പോഷകാഹാര സമതുലിതാവസ്ഥ പാലിക്കുക. മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം, യോഗ എന്നിവ പ്രയോജനപ്പെടുത്തുക. വാഹനയാത്രകളിൽ സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കുക. ശുഭപ്രദമായ നടപടികളും ഉപായങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ദൈവീക സഹായത്തിന് വിഷ്ണുവിൻ്റെ ഉപാസന, ഉദാഹരണം വിഷ്ണു സഹസ്രനാമം, ഗരുഡ പുരാണ പാരായണം ഇവയൊക്കെ നടത്തുക. വ്യാഴാഴ്ച പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് ഫലപ്രദമാണ്. രത്നധാരണവുമായി ബന്ധപ്പെട്ട് ജനനരാശി അനുസരിച്ച് ഉച്ചപ്പെടുത്തിയ രത്നങ്ങൾ, അതായത് പുഷ്യരാഗം ധരിക്കാം. ദരിദ്രർക്ക് ധാന്യം, വസ്ത്രം, പണം എന്നിവ ദാനം ചെയ്യുന്നത് പാപനിവർത്തിക്ക് സഹായിക്കും. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ഉരുവിടുക. ചിത്തിര നക്ഷത്രത്തിൻ്റെ ജാതകഫലം വ്യക്തിപരമായ ഗ്രഹസ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടും. ജന്മശനി ദോഷം, മറ്റ് ശനിദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിഷുഫലം അനുകൂലമായതിനാൽ അതിൻ്റെ ദുഷ്പ്രഭാവം കുറയും. സാമൂഹ്യരംഗത്ത് പ്രശംസ നേടാനുള്ള അവസരങ്ങൾ ലഭിക്കും. ക്രമവത്കരിച്ച പദ്ധതികൾ സഫലമാകും. പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി ലഭിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ 2025 വിഷു വർഷത്തിൽ ജാഗ്രത, സ്ഥിരത, ദൈവഭക്തി എന്നിവയിലൂടെ പ്രതിസന്ധികളെ മറികടക്കാനാകും. പ്രത്യേകിച്ച് വിഷ്ണു ഉപാസനയും ധ്യാനവും ഈ സമയത്ത് അനുഗ്രഹം നേടാൻ സഹായിക്കും. എന്നാൽ എല്ലാ ഫലങ്ങളും ജാതകത്തിൻ്റെ സമഗ്രമായ വിശകലനത്തിന് കീഴിലാണ് എന്നതോർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.